ഓ ചേട്ടാ എന്നാണ്ട് കൊറേ നാളായല്ലോ ഇങ്ങോട്ട്. അങ്ങനല്ല, അവനുണ്ട്, നന്ദനുണ്ട്. എന്നാണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് ഇറങ്ങി. പള്ളിയിൽ നിന്ന് പെരുന്നാളാണ്. ആണോ? ഈ മുളക്കുളം. ആ അതവിടെ അല്ലേ? അതാണ് പള്ളി. ആ വഴിയൊക്കെ ശരിയായി. ഈ തവണ പോയ പോലെ വെറൈറ്റി ഉണ്ടോ? നിങ്ങൾ വരാം. 150 ചൂട് പാടില്ല. വെള്ളം കുറച്ച് ചൂട് 500-600 ഒക്കെ ഉണ്ടായിരുന്ന തുടക്കത്തിൽ. ഇത് എടുക്കണ്ട. എത്ര എണ്ണം വേണം? എടുത്തു. ഇത് ഒരുപാട് വെയിൽ വേണ്ടല്ലോ. വേണ്ട. ഇത് ഇങ്ങനെ ഇത്തിരി വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളേ ഒരെണ്ണം മതിയോ? 2 വേണ്ടേ? ഒരെണ്ണം പൊക്കോളൂ. അതെടുത്ത് ആ കവരയുള്ള ഉണ്ട്. ഇതുകൊണ്ട് ഇതിന്റെയൊക്കെ വില വല്ല മാറ്റം ഉണ്ടോ? ഇതൊക്കെ 100. 100ആയോ? 100 എടുക്കണ്ട. ഇതൊക്കെ പൈസ പറയാം. 50 ഇതിനാ വില കൂടുതൽ. കൊണ്ടുപോയത് അത് ഞാൻ കൊണ്ടുപോയി. ഇതിന് 50 രൂപ. ഒരെണ്ണം എടുത്തില്ല, എനിക്ക് ഒരെണ്ണം. നല്ല പീസ് നോക്കിയിട്ടുണ്ട്. ഞങ്ങളാ വരുന്നത് മനസ്സിലായിരുന്നോ? പിന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞില്ലേ, എല്ലാവരും ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെ നമുക്ക് നിങ്ങളെപ്പോലെ എന്തോരം ആൾക്കാർ വരണമെന്ന് അറിയാം. ഇതുപോലെ ഇത് വന്നോളൂ ഇഷ്ടംമാരെ. ചോടിന് കുറച്ച് ബിസിനസ് ഉണ്ട്. ഇവിടെ ഒരു നല്ല ശതമാനം ആൾക്കാർ വരണം. അങ്ങനെയെല്ലാം ഉണ്ട്. കൊണ്ടുപോകും. ഈ സാധനം വേണം. ഈ ഇല അത് ഇവിടെ നിന്നല്ലേ കൊണ്ടുപോയത്? ഈ ഇല വേണം. കലാത്തിയ അത് അവിടെ അടിപൊളി. അത് വലുതായാ ഇടയ്ക്കിടയ്ക്ക് വളയിട്ട് കൊടുക്കണം. എന്നാ വളയിട്ട് കൊടുക്കുന്നതിന്? അത് ഇത്ര 19-15 പറ്റൊക്കെ ഒരു സ്പൂൺ മാറ്റിയിട്ട് കൊടുക്കും. അത് മറ്റേ എല്ലുപടി തന്നെ വെപ്പുണ്ടാക്കുന്നുണ്ട്. പിന്നെ ചാണകപ്പൊടി. ഇത് വേണോ? ഇത് ഈ സാധനം ഉണ്ടോ? പൊതുവെ ഇലച്ചെടികൾക്ക് ഇവിടെ വലിയ വിലക്കുറവുണ്ട്. അതാണ് വീണ്ടും ഞങ്ങളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ഇതാ നമ്മൾ പറഞ്ഞ സാധനം. ഇത് വേണേ കൊണ്ടോ? നല്ല സ്റ്റൈലാ. ഇത് പുതിയൊരു മോഡലാണോ? പുതിയ മോഡൽ വന്നപ്പോ എടുത്തുണ്ടോ? 10-20 കൊണ്ടുവന്നു വെച്ചിരുന്നു. ഇത് 120 രൂപ. ഇത് കലാത്തിയ. വെറൈറ്റി ആണ്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൈനയോട് 2 എടുത്താലും മതി. കോട്ടയം ജില്ലയിൽ പല സ്ഥലങ്ങളിലും പോയി ഇലച്ചെടികൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വിലക്കുറവ് അത് നമ്മളെ ഞെട്ടിക്കും. നല്ല വിലക്കുറവാണ് ഇവിടെ. ഒരിക്കലും ഇലച്ചെടി വാങ്ങിയാൽ പിന്നെ നിങ്ങൾ വാങ്ങാതെ പോകത്തില്ല.